നമസ്കാരം. അച്ഛാ നമസ്കാരം. എനിക്ക് ഇന്ന് ചോദിക്കാൻ പോണത് ജീസസ് ക്രൈസ്റ്റിൻ്റെ കുരിശുമരണം, ഉത്ഥാനം, രണ്ടാം വരവ്, ന്യായവിധി, ഈ വിധ കാര്യങ്ങൾ, ഈ ടേമുകളൊക്കെ ഒന്ന് വിശദീകരിച്ച് സംസാരിച്ച കൊള്ളാം. ഓക്കെ. അച്ഛൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഏകദേശം ഒരു 17 വർഷം പൗരോഹിത്യത്തിലിരുന്ന വ്യക്തി എന്നുള്ള നിലയിൽ ജീസസിൻ്റെ ക്രൂശീകരണം, ഉദ്ധാരണം എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ, മരിക്കുക, അടക്കുക, ഉയർക്കുക, ഈ ഒരു കാര്യത്തെക്കുറിച്ച് അച്ഛൻ്റെ ഒരു ധാരണ എന്തായിരുന്നു മുന്നേ? അക്ഷരാർത്ഥത്തിൽ ജീസസ് മരിച്ചു എന്നായിരുന്നോ? അതെ. ആ കുരിശുമരണവും അത് നമ്മൾ ചെറുപ്പകാലത്ത് ഒരു ക്രിസ്തീയ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണല്ലോ നമ്മൾ. അപ്പോൾ ഞാൻ അതാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ വിശ്വാസം അതായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ഈശോ ജീവിച്ചു. അതുപോലെ തന്നെ ആ യഹൂദ മത നേതാക്കളും ജനപ്രമാണികളും ഒക്കെ കൂടി പീഡനം, പിന്നെ കുരിശുമരണം, അടക്ക്, ഉത്ഥാനം. ഓക്കെ. ഇപ്പോൾ ജീസസ് ഇത് ഞാൻ അതെ അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചോണ്ടത്. അതെ. ഓക്കെ. ഇപ്പം അച്ഛനൊരു സംശയം വരാൻ കാരണം എന്താ? സംശയം വരാൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ 53 വയസ്സായി. ഈ 53 വയസ്സിൻ്റെ ഉള്ളിൽ എനിക്ക് ഈശോ ഇതുവരെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഉത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടുവല്ലോ. അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തോരം ആത്മാർത്ഥത ഞാൻ ഈ ദൈവത്തോടും മറ്റുള്ള കാര്യങ്ങളും കാണിച്ചെന്ന് എനിക്കറിയാം. അത്ര ഞാൻ ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ട് എൻ്റെ പ്രാർത്ഥനയിലും. അതുപോലെ ഞാൻ പല പ്രാവശ്യം ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥിച്ചിട്ടൊക്കെയുണ്ട്. പക്ഷേ ഇതുവരെ ഈ ഈശോ എനിക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇതേ അനുഭവമാണ് എനിക്കും. എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ CSI ഒരു ചർച്ച് ബാക്ക്ഗ്രൗണ്ടില്ല. എൻ്റെ അപ്പനും അമ്മയും CSIക്കാരാണ്. അപ്പോൾ ഞാൻ ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ പള്ളിക്കകത്താണ്. സൺഡേ സ്കൂള്, ബാലജന സംഘടന, യൂത്ത് ഫെലോഷിപ്പ്, ഇങ്ങനെ എല്ലാ ആക്ടിവിറ്റീസിനകത്തുണ്ട്. അപ്പോൾ ഇപ്പോൾ ഓരോ കാര്യങ്ങൾ ബൈബിളിനകത്തുള്ളത് എന്നെ കുഞ്ഞു പ്രായത്തിൽ പഠിപ്പിക്കുമ്പോഴും എനിക്കത് ആഗ്രഹം വരും. അബ്രഹാം ദൈവത്തെ കണ്ടു, എനിക്കും കാണണം. നമ്മുടെ ആദ്യത്തെ മനുഷ്യനെന്ന് ബൈബിൾ പറയുന്ന ആദമിൻ്റെ കൂടെ ദൈവം നടന്നു എല്ലാ ദിവസവും വരുമായിരുന്നു. അപ്പം ഇങ്ങനെ മുഖാമുഖം അവർ കണ്ട് സംസാരിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം എനിക്കും ആഗ്രഹമുണ്ട് ദൈവത്തെ കാണാൻ. അത് കഴിഞ്ഞിട്ട് മോശ ദൈവത്തോടൊപ്പം മലമുകളിൽ 40 ദിവസം ഉണ്ടായിരുന്നു. മോശയുടെ ലൈഫ് സ്പാൻ മുഴുവൻ അദ്ദേഹം ദൈവത്തിൽ നിന്ന് കേട്ടും കണ്ടും അങ്ങനെ നടന്നു. ദാവീദ് ദൈവത്തിൻ്റെ കൂട്ടുകാരനായിരുന്നു. ജീസസ്. അപ്പോൾ ഇവർക്കൊക്കെ ദൈവത്തെ കാണാനും കേൾക്കാനും അനുഭവിക്കാനും പറ്റണമെന്നുണ്ടെങ്കിൽ എനിക്കും വേണമെന്നുള്ളത് എനിക്ക് അതിയായ ആഗ്രഹമാണ്. സോ എൻ്റെ ലൈഫിൻ്റെ നല്ലൊരു ഭാഗം ഞാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇതൊന്ന് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഇന്ന് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഞാൻ ഇട്ട എഫേർട്ട്, ആ പെയിനൊക്കെ ഒത്തിരി ഏറെ ഉണ്ട്. ഓക്കെ. അങ്ങനെ ഞാൻ ഇങ്ങനെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും അങ്ങനെ അതെനിക്ക് അനുഭവത്തിൽ വരണം എന്നൊക്കെയുള്ള ആഗ്രഹത്തിൽ നടന്നപ്പോൾ ഒരു വാക്യം എന്നെ സ്ട്രൈക്ക് ചെയ്തു. ഞാൻ ഈ ക്രൂശുമരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, ബാക്കിയൊക്കെ നമുക്ക് മാറ്റി നടത്താം. ജീസസ് ജീവിച്ചിരുന്ന സമയത്ത്, മരിച്ചിട്ടില്ല, ജീവിച്ചിരുന്ന സമയത്ത് ജീസസിൻ്റെ ഡിസൈപ്പിൾസൊക്കെ നിന്ന ആ സമയത്ത് ഒരാൾ വന്ന് ജീസസിനോട് ചോദിക്കുവാണ്, എനിക്ക് നിൻ്റെ ശിഷ്യനാകാൻ താല്പര്യമുണ്ട്, നിൻ്റെ ഡിസൈപ്പിളാകാൻ എനിക്ക് താല്പര്യമുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടേ? അപ്പോൾ ജീസസ് പറഞ്ഞ മറുപടി ഇതായിരുന്നു, നീ തന്നെത്താൻ ത്യജിച്ച് നിൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരും. എൻ്റെ ക്രൂശ് നീ എടുക്കണമെന്നല്ല പറഞ്ഞത്, നിൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് നീ എൻ്റെ പിന്നാലെ. അപ്പോൾ ഇന്ന് നമുക്ക് എല്ലാ വർഷവും കുരിശിൻ്റെ വഴിയുണ്ട്. കുരിശിൻ്റെ വഴിയുള്ള ആ ഒരു കാലഘട്ടത്തിനകത്ത് ഈ കുരിശിൻ്റെ വഴിയിൽ ഏതെങ്കിലും ഒരു കഴുത ഒരു മരക്കുരിശും എടുത്തിട്ട് റോഡേ നടക്കും. അതെ, ഇല്ലേ? അച്ഛനും കണ്ടിട്ടുള്ളതല്ലേ കുരിശിൻ്റെ വഴി? ഓക്കെ. സോ കഴുതയല്ലേ? കാരണം ഏവൻ്റെയോ ഒരുത്ത ഉണ്ടാക്കിയ ഒരു മരക്കുരിശും എടുത്ത് തോളിൽ വെച്ചുകൊണ്ട് നടക്കുവാണ്. ഈശോ പറഞ്ഞ എന്താ? നീ നിന്റെ കുരിശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വാങ്ങ. നമ്മുടെ ജീവിതത്തിൻ്റെ ഓക്കെ. അപ്പോൾ ഈശോ ഒന്നും കുരിശിൽ മരിച്ചിട്ടില്ല. മരിച്ചിട്ടില്ല. ഇല്ല. ഇത് പറയുമ്പോൾ ഈശോ മരിച്ചിട്ടില്ല. അപ്പോൾ ഈശോ എന്താ അർത്ഥമാക്കിയേ? ഈ കുരിശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഒരു തടി കുരിശും എടുത്തുകൊണ്ട് വരണമെന്നാണോ? അല്ല. അപ്പോൾ ആ കുരിശ് ഏതാ? ഇതെന്നെ ചിന്തിപ്പിച്ചു. അവിടെ തൊട്ടാണ് ഞാൻ മാറി ചിന്തിക്കാൻ തുടങ്ങിയത്. അപ്പോൾ എൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് ഞാൻ ഈശോയെ അനുഗമിക്കണമെന്നുണ്ടെങ്കിൽ ആ കുരിശ് മരക്കുരിശല്ല എന്നുള്ളത് എനിക്ക് കത്തി.
അത് ഈശോ പറഞ്ഞത് ഒരു ആശയത്തെക്കുറിച്ചാണ്, ജീവിതത്തെക്കുറിച്ചാണ്. ഈ ആത്മീയതയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഉണ്ടാകുന്ന എതിർപ്പുകളും പ്രതിസന്ധികളും അവഗണനകളും നിന്ദകളും പരിഹാസ്യങ്ങളും ജീവിതത്തിനകത്തുള്ള ചലഞ്ചസുമാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇനി അടുത്തൊരു വാക്യം, റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 14, 15, 16 വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, നീ മകനാണെങ്കിൽ നീ അവകാശിയാണ്, ദൈവത്തിൻ്റെ അവകാശിയും ക്രിസ്തുവിന് കൂട്ടവകാശിയും. പക്ഷേ അതിൻ്റെ ഒരു കണ്ടീഷൻ കൂടെ വെച്ചിട്ടുണ്ട്. ഈ കണ്ടീഷൻ ആരും പെട്ടെന്ന് പറയത്തില്ല. തൊട്ടടുത്ത കണ്ടീഷൻ ഇതാണ്, അവനോടുകൂടെ കഷ്ടമനുഭവിച്ചാലത്രേ ആ തേജസ്വീകരണം നിനക്കുണ്ടാകുന്നത്. അപ്പോൾ ആ കഷ്ടം എന്താ? അത് ഈ സഹനവും കുരിശും. ആ കുരിശ് ഏതാ? ഇതൊക്കെ ഞാൻ ചിന്തിച്ചപ്പോഴത്തേക്കാണ് എനിക്ക് ഒന്നുകൂടെ ബൈബിളിനെ മറ്റൊരു ആംഗിളിൽ നിന്ന് ബൈബിളിനെ സമീപിക്കണമെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാൻ വീണ്ടും ഇതിനെ ഒരു ഡിവൈൻ പെർസ്പെക്റ്റീവിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ പെർസ്പെക്റ്റീവിൽ നിന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഉൽപ്പത്തിയിൽ തന്നെ ഒരു മരണമുണ്ട്. ആദമിനോട് ദൈവം പറയുന്നുണ്ട്, നീ ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നു കഴിഞ്ഞാൽ നീ മരിക്കും. ഇത് പറയുന്ന ദൈവമാണ്, മനുഷ്യനല്ല. ഓക്കെ, സോ ഞാൻ ഉൽപ്പത്തി വായിക്കുമ്പോഴത്തേക്ക് ആദം മരിച്ചിട്ടില്ല. അപ്പോൾ അന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് പറഞ്ഞോളൂ മരിച്ചില്ല. അന്ന് ഞാൻ ഈ മരണത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നത് ശാരീരിക മരണത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇവൻ തിന്നുകയാണെങ്കിൽ ഇവൻ മരിച്ചു പോകണം, പിന്നെ ആദം ജീവിക്കാൻ പാടില്ല. പക്ഷെ ദൈവം ഉദ്ദേശിച്ചത് അവിടെ ശാരീരിക മരണത്തെക്കുറിച്ചല്ല. അപ്പോൾ ആ മരണം എന്ന് പറയുന്നത് മറ്റൊന്നാണ് എന്നുള്ളത് പിന്നെ ഈ പശ്ചാത്തലത്തിൽ നിന്ന് ചിന്തിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായത്. അപ്പോൾ ആദം മരിച്ചു. അത് ഏത് മരണമാണ്? ശാരീരിക മരണമല്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, ബൈബിൾ പറയുന്ന ഒരു മരണവും ശാരീരിക മരണമല്ല. അതെല്ലാം ഉദ്ദേശിക്കുന്നത് ആത്മീയമായ അനുഭവങ്ങളെയാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ആദമിൻ്റെ മരണം എന്താണെന്ന് ഇന്ന് ഒരു പുരോഹിതൻ്റെ അടുത്തോ ഒരു ക്രിസ്ത്യാനിയുടെ അടുത്തോ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പറയും ശാരീരിക മരണമല്ല എന്ന് പറയും. അതെങ്ങനെ അവർക്ക് മനസ്സിലായി? അതും ആ ശരീരത്തിൽ മരിച്ചത് 900 വർഷം കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ ഏതെങ്കിലും മരണം പുറത്തായതിനു ശേഷം. അപ്പോൾ ഏതെങ്കിലും മരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം വെച്ച സിസ്റ്റത്തിനകത്ത്, ദൈവം അവനെക്കുറിച്ച് ആഗ്രഹിച്ച ആ ലൈഫ് സ്റ്റൈലിനകത്താണ് അവൻ മരിക്കുന്നത്. ഫൈൻ. സോ ആ മരണം അതാണ്, ആത്മീയതയിലുള്ള മരണമാണ്, ഭൗതികതയിലുള്ള മരണമല്ല. ഇതേ കാര്യം തന്നെയാണ് നമ്മളെക്കുറിച്ചും ജീസസിനെക്കുറിച്ചും പുതിയ നിയമവും പറയുന്നത്. അപ്പോൾ ആ ആംഗിളിൽ ചിന്തിക്കുമ്പോൾ ജീസസിൻ്റെ മരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ന്യായപ്രമാണ സംബന്ധമായാണ് ജീസസ് ജനിക്കുന്നത്. ന്യായപ്രമാണത്തിൻ്റെ കീഴെയാണ് ജനിക്കുന്നത്, അല്ലേ? അവൻ്റെ കുഞ്ഞുനാളിലെ ന്യായപ്രമാണം പറയുന്ന കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ്റെ അമ്മ ദേവാലയത്തിൽ കൊണ്ടുപോയി ഭാഗമായിട്ട്. അപ്പം ജനിച്ചതും വളർന്നതും എല്ലാം ജീസസ് ഈ യഹൂദ മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളും ആ കൽപ്പനകളും നിബന്ധനകളും എല്ലാം പാലിച്ചിട്ടാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ജീസസിന് മനസ്സിലായി, ഇതല്ല എന്നിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന ലൈഫ് സ്റ്റൈൽ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഈ മതത്തിന് അതീതനായിട്ട് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞിരിക്കുന്ന സുവിശേഷത്തിൻ്റെ എക്സ്റ്റൻഷന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഈ സിസ്റ്റം വിട്ട് അങ്ങോട്ട് പോയി. ഞാൻ പറയുന്ന ബൈബിളാണല്ലോ അച്ഛാ, ഞാൻ എൻ്റെ കയ്യിലൊന്നും പറയുന്നില്ലല്ലോ. അപ്പം യോഹന്നാൻ സ്നാപകൻ്റെ അടുക്കിലേക്ക് ജീസസ് പോകുമ്പോൾ ഈ യോഹന്നാൻ സ്നാപകനെ യഹൂദ മതം അംഗീകരിച്ചിട്ടില്ല. അപ്പോഴും മതവക്താക്കളും പുരോഹിതന്മാരും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക, നീ എന്ത് അധികാരത്തിൽ ചെയ്യുന്നു, ആര് പറഞ്ഞിട്ട് ചെയ്യുന്നു, ഇല്ലേ? അപ്പം യോഹന്നാൻ സ്നാപകൻ്റെ അടുക്കിലേക്ക് പോകുന്ന ആൾക്കാരെയും ഇവർക്ക് പ്രശ്നമാണ്. അപ്പം യോഹന്നാൻ അവിടെ എന്താ പറയുന്നത്? ഇത് വിട്ടിട്ട് അങ്ങോട്ട് വാന്ന, മതം വിട്ടിട്ട് അങ്ങോട്ട് വാന്ന. മാനസാന്തരം എന്ന് പറഞ്ഞാൽ അതാ, ദൈവം ആഗ്രഹിക്കുന്ന വ്യവസ്ഥയിലേക്ക് നീ വാ, ഈ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം വിട്, എന്നിട്ട് അങ്ങോട്ട് വന്നിട്ട് ഞാൻ പറയുന്ന പ്രസ്ഥാനത്തിനകത്ത് വന്ന് നിങ്ങൾ സ്നാനപ്പെട്ട് ജോയിൻ ചെയ്യുക എന്നാവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജീസസ് ഇപ്പം അതിനകത്ത് മെമ്പർഷിപ്പ് എടുക്കാൻ പോവുകയാണ്, സ്നാനപ്പെട്ട്. അപ്പോൾ ഏത് വിടണം? ഈ മതത്തിൻ്റെ ന്യായപ്രമാണത്തിൻ്റെയും ദേവാലയത്തിൻ്റെ ഈ മതപ്രമാണം വിട്ടിട്ടേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. ആ മെമ്പർഷിപ്പ് എടുക്കുന്നതിനാണ് സ്നാനം. ഫൈൻ. സോ ജീസസ് അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് ജീസസ് ആത്മപ്രമാണത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് തുനിയുമ്പോൾ അതിൽ ജീവിക്കാൻ അനുവദിക്കാതെ ഈ മതവക്താക്കളെല്ലാം കൂടെ ജീസസിനെ പ്രവർത്തന നിരതനാക്കുന്ന ഒരു പരിപാടിയാണ് ഈ ക്രൂശീകരണം. നമ്മളീ ഇപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ, ക്രിസ്ത്യാനികൾ, ക്രിസ്തീയ മതവക്താക്കൾ, നമ്മളിപ്പോൾ ജീസസ് എന്ത് പറഞ്ഞോ ആ ലൈഫിനകത്തേക്ക് നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്നത്. പൗലൂസ് എന്ത് പറഞ്ഞോ ആ ലൈഫിനകത്തേക്ക് നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്നത്.
ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ദൈവം എന്താണോ മനുഷ്യനിൽ ആഗ്രഹിച്ച ലൈഫ് സ്റ്റൈൽ അതിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ജനങ്ങൾ പറയുന്നത് എന്താ? നമ്മൾ ദുരുപദേശകനാണ്, അന്തിക്രിസ്തുവാണ്, സഭയിൽ നിന്ന് പുറത്തു പോയവനാണ്, ഒന്നാം പ്രമാണം ലംഘിച്ചവനാണ്. ആ രീതിയിൽ നമുക്കൊരു പരിവേഷം തന്നിരിക്കുന്നത്. ഇതേ കാര്യമാണ് ജീസസും ചെയ്തത്. അപ്പം ഞാൻ ഈ ആത്മീകമായ കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് പൗരോഹിത്യത്തിൽ നിന്നുകൊണ്ട് ചില സ്റ്റെപ്പുകൾ എടുത്തപ്പോൾ ഓരോ ഡോറുകളായിട്ട് എനിക്ക് അടയാൻ തുടങ്ങി. ബാലജന സംഘടനയിലെ കുഞ്ഞുങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അടച്ചു. സൺഡേ സ്കൂളിലെ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അടച്ചു. യുവജനങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അടച്ചു. ഇങ്ങനെ സഭയുടെ എല്ലാ വാതിലുകളും എനിക്ക് അടഞ്ഞു. എന്ത് ചെയ്തപ്പോൾ? ജീവനെ പകരാനായി ജീസസ് ചെയ്ത അതേ കാര്യം ചെയ്യാനായിട്ട് ഞാൻ കാലെടുത്ത് വെച്ചപ്പോൾ ഇന്നും എനിക്ക് നിലനിൽക്കായിരുന്നു കള്ളം പറഞ്ഞിരുന്നെങ്കിൽ. ഇന്നത്തെ അച്ഛൻ ഈ ലോഹയിട്ട് ബൈബിളിനകത്തില്ലാത്ത കാര്യങ്ങൾ ക്രിസ്തീയ ഡോക്ടറിൻസിനകത്ത് പറയുന്ന കാര്യങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരുന്നെങ്കിൽ എനിക്ക് ഇന്നും ലോഹയിൽ തുടരായിരുന്നു. പക്ഷെ ഞാൻ ആഗ്രഹിച്ചത് ജീസസ് പറഞ്ഞ കാര്യങ്ങൾ പറയാനും ജീസസ് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ജനങ്ങളിലേക്ക് കൊടുക്കുവാനായിട്ട് ആയിരുന്നു. അതുകൊണ്ടാണ് ഡോറുകളെല്ലാം അടഞ്ഞത്. അപ്പോൾ ക്രൂശീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം വെച്ച ക്രമത്തിൽ ജീവിക്കാൻ അനുവദിക്കാതെ നമ്മെ കൊല്ലുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ക്രൂശീകരണം. അതാണ് ഏതെങ്കിലും സംഭവിച്ചത്, അതാണ് യേശുവിന് സംഭവിച്ചത്, അതാണ് പൗലൂസിന് സംഭവിച്ചത്, അതാണ് നമുക്ക് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ക്രൂശീകരണം. അതുകൊണ്ടാണ് അടുത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ജീസസിൻ്റെ ക്രൂശീകരണത്തിനകത്ത് നമ്മളും ഭാഗവാക്കാകണം. അതെ. എങ്ങനെയാകും? നമുക്ക് ക്രൂശി മരണത്തിനകത്ത് കിടന്ന് മരിക്കാൻ പറ്റുമോ? പറ്റില്ല. നമുക്ക് ഏതെങ്കിലും കുഴിമാടത്തിൽ പോയിട്ട് 3-ാം ദിവസം ഉയർന്നേറ്റ് വരാൻ പറ്റുമോ? അപ്പോൾ ഈ 3 കാര്യങ്ങളും ക്രൂശീകരണവും അടക്കവും ഉയർപ്പും ആക്ഷരികതയിലാണെങ്കിൽ, ഭൗതികതയിലാണെങ്കിൽ നമുക്കതിനകത്ത് പങ്കുചേരാൻ പറ്റത്തില്ല. പക്ഷെ ബൈബിൾ പറയുന്ന ഏറ്റവും വലിയ ആഹ്വാനം യേശുവിൻ്റെ ഈ 3 കാര്യങ്ങളിലും നമ്മൾ ഭാഗവാക്കാകണമെന്നുണ്ടെങ്കിൽ ഇത് ഭൗതികതയിൽ സംഭവിക്കാൻ പറ്റില്ല, ആത്മീയതയിലാണെങ്കിൽ നമുക്ക് സംഭവിക്കാൻ പറ്റും. അപ്പോൾ ക്രൂശീകരണം ന്യായപ്രമാണ സംബന്ധമായ മരണവും, അടക്കമെന്ന് പറയുന്നത് ആ വ്യവസ്ഥയ്ക്ക് ചത്ത അവസ്ഥയും, അതിനകത്ത് പിന്നെ നമ്മൾ ജീവിക്കത്തില്ല, അതാണ് അടക്കം. അതിൽ നമ്മൾ മരിച്ചടക്കപ്പെട്ടിരിക്കുക. ആത്മീയതയിലേക്ക് ജീവിക്കുന്ന ഒരു പരിവേഷമാണ് ഉയർപ്പെന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായി. ഓക്കെ, ഇനി ഞാൻ 2-3 കാര്യങ്ങൾ കൂടെ പറയാം. ന്യായവിധി. അതെ, ന്യായവിധിയിലോട്ട് വരുന്നതിന് മുമ്പ് ഇതൊന്നും കൂടെ പറയട്ടെ. പത്രോസ് പ്രസംഗിക്കുമ്പോഴും പൗലൂസ് പ്രസംഗിക്കുമ്പോഴും എടുത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാണ്: നിങ്ങൾ ജീസസിനെ മരത്തിൽ തൂക്കിക്കൊന്നു എന്നാണ്. ക്രൂശിൽ കൊന്നു എന്നല്ല എഴുതിയിരിക്കുന്നത്. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ ദൈവം ഉയർപ്പിച്ചു എന്നാണ് പത്രോസിൻ്റെ പ്രസംഗം, പൗലൂസിൻ്റെ പ്രസംഗം. അത് വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പത്രോസിൻ്റെ ലേഖനത്തിലുണ്ട്, റോമാലേഖനത്തിലുണ്ട്, ഗലാത്യർ ലേഖനത്തിനകത്തൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ ഈ മരത്തിൽ തൂക്കിക്കൊന്ന? ആ മരം. അപ്പോൾ അതൊരു ചോദ്യമായിരുന്നു. ഇതിന് പുറകെ ഞാൻ ഒരുപാട് സഞ്ചരിച്ചു. പഴയ നിയമത്തിലെ മരവും, പഴയ നിയമത്തിലെ നന്മയുടെ തിന്മയുടെ മരം. യേശുവിൻ്റെ അപ്പനെന്ന് പറയുന്ന ജോസഫിൻ്റെ പണി എന്തായിരുന്നു? മരപ്പണി, ആശാരി. ഏതാശാരി? ഈ തടി ഉണ്ടാക്കിയ ആശാരിയല്ല, ആ മരത്തിൽ പണിയെടുത്തുകൊണ്ടിരുന്ന ആശാരി. ഏതാ? നന്മയുടെയും തിന്മയുടെയും മരത്തിൽ പണിയെടുത്തുകൊണ്ടിരുന്ന, ന്യായപ്രമാണത്തിനെ അനുഷ്ഠിക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയുടെ പാരമ്പര്യമാണ് പറയുന്നത്. അതാണ് മരപ്പണി. നമ്മളിന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നതാ എൻ്റെ മാസ്റ്റർ തച്ചനായിരുന്നു, ആശാരിയായിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞ് കീച്ചാറുണ്ട്. ഇതല്ല, ഈ തടിയുടെ പണിയല്ല. ഓക്കെ, സോ ഈ കാര്യം എന്നെ ചിന്തിപ്പിച്ചു. മരത്തിൽ തൂക്കിക്കൊന്ന യേശു എന്ന് എന്ത് പത്രോസ് പറയണം? കാരണം ബൈബിളിനകത്ത് ക്രൂശിനെ കുറിച്ച് പറഞ്ഞിരിക്കുമ്പോൾ ക്രൂശിൽ തൂക്കിക്കൊന്നെന്ന് പറഞ്ഞാൽ പോരെ, മരത്തിൽ തൂക്കിക്കൊന്നെന്ന് പറയേണ്ട ആവശ്യമില്ല. ഇതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന വാക്യങ്ങളിലെല്ലാം പറഞ്ഞിരിക്കുന്ന, പത്രോസ് പറയുമ്പോഴും പൗലൂസ് പറയുമ്പോഴും പറഞ്ഞിരിക്കുന്നത് മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശുവിനെ ഉയർപ്പിച്ചു എന്നാണ്. മരിച്ച യേശുവിനെ ഉയർപ്പിച്ചു എന്നല്ല വാക്യം. മരിച്ചവരുടെ ഇടയിൽ നിന്ന് എന്താ എഴുതേണ്ടിയിരുന്നത്? മരിച്ച യേശുവിനെ ഉയർപ്പിച്ചു എന്ന് എഴുതേണ്ടത്. അങ്ങനെ യഥാർത്ഥത്തിൽ മരിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എഴുതാൻ പാടൂ. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നത് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്നാണ്. അപ്പോൾ ഏതാ ഈ മരിച്ചവർ? ആത്മാവിൽ മരിച്ചവർ. അപ്പോൾ ആ മരിച്ചവരെന്താണെന്നുള്ളതും ബൈബിൾ വ്യക്തത നൽകുന്നുണ്ട് എഫേസ്യർ ലേഖനത്തിനകത്ത്. സോ എൻ്റെ ചിന്തകളെല്ലാം പോയത് ആ വഴിയാണ്. അപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ പൊരുൾ മനസ്സിലാക്കി കിട്ടുന്നത്. ഇനി അടുത്ത് ഇതിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന വേറൊരു കാര്യം കൂടെയുണ്ട്. നമ്മുടെ ക്രിസ്തീയ മതം പറയുന്നത് യേശു മാത്രമേ മരിച്ചിട്ട് ഉയർത്തിയിട്ടുള്ളൂ എന്നാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ദൈവിക പരിവേഷം കൊടുത്തിരിക്കുന്നത്. കറക്റ്റ് അല്ലേ?
നമ്മളെ വിശ്വാസ പ്രമാണം എന്താ? അങ്ങനെയാണ്. ജീസസ് മാത്രമേ മരിച്ച് അടക്കപ്പെട്ട് മരണത്തിൽ നിന്ന് ശരീരത്തോടുകൂടെ ഉയർത്തിട്ടുള്ളൂ എന്നുള്ളതാണ് ക്രിസ്തീയ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ ഇതേ ബൈബിൾ പറഞ്ഞിട്ടുണ്ട്, ജീസസ് മരിച്ച സമയത്ത് ഭൂമി കുലുങ്ങി, ആകാശം ഇരുണ്ടു, ആ സമയത്ത് കല്ലറകൾ തുറന്നു, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ തിരികെ കിട്ടി. അപ്പൊ ജീസസ് മാത്രമാണ് ഉയർത്തത് അല്ല. അപ്പൊ പുനരുത്ഥാനം, യേശു ഉയർത്ത് വരുന്നതിന് മുന്നേ ഇവിടെ പുനരുത്ഥാനം നടന്നിട്ടുണ്ട്. സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ തിരികെ കിട്ടിയിട്ടുണ്ട്. ഇതേത് മരണം, ഇതേത് ഉദ്ധാരണം? ശരീരത്തിലാണോ? അല്ല. അല്ല. അപ്പൊ ജീസസിന്റെ മരണവും അടക്കവും ഉയർപ്പും പോലെ തന്നെ അന്ന് ജീവിച്ചിരുന്ന, ആത്മാവിൽ മരിച്ചിരുന്ന, അല്ലെങ്കിൽ ആത്മാവിൽ മരിച്ചവരെന്ന് വിധി എഴുതിയപ്പെട്ട ആൾക്കാർ പ്രാവർത്തിക മണ്ഡലത്തിലേക്ക് ജീവനോടുകൂടെ ഉയർത്ത് വന്നു എന്നുള്ളതാണ് സത്യം. സോ ആ മരണം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നിലവാരത്തിൽ, ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ മരിച്ചു കിടന്ന ജനങ്ങൾക്ക് ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എലിവേഷൻ, ഒരു അപ്ഗ്രഡേഷൻ, ഇതാണ് ഉയർപ്പ്. അല്ലാതെ ശരീരമരണവും ശരീരത്തിലുള്ള ജീവൻ വെച്ച് വന്ന സംഭവമല്ല. പക്ഷെ ഇത് ഇപ്പം മനോജി പറഞ്ഞതിൻ്റെ അന്തരാർത്ഥാണ്, അല്ല ഇതിൻ്റെ ആത്മീയവശം, ഇതിൻ്റെ യാഥാർത്ഥ്യം. പക്ഷേ നൂറ്റാണ്ടുകളായിട്ട് ക്രിസ്ത്യാനികൾ ഈ എല്ലാം കൊല്ലം ഈ കുരിശിൻ്റെ വഴി, ഈ എല്ലാ ദേവാലയങ്ങളിലും പള്ളികളിലും ഇത് കുരിശുരൂപം ഉണ്ടാക്കി വെച്ച് ഇത് ഇങ്ങനെ പെയിന്റ് അടിച്ച് ചോര വരുത്തി ഇവിടെ അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ചോദിക്കാം, ഇതെന്താ ഞാൻ ഈ കുരിശിട്ടുകൊണ്ട് നടക്കുന്നതെന്നുള്ളത്? ഇത് ഈശോ മരിച്ച കുരിശെന്നുള്ള റെപ്രസെൻറ്റേഷൻ അല്ല. ഈ കുരിശിന് മറ്റൊരർത്ഥം ഞാൻ വെച്ചിട്ടുണ്ട്. ഈ കുരിശെന്ന് പറയുന്നത് ക്രിസ്തീയ മതത്തിൻ്റെ സിമ്പൽ അല്ല. ഈ കുരിശിൻ്റെ അർത്ഥം ഞാനും ദൈവവും തമ്മിലൊരു ബന്ധമുണ്ട്, പിതാവാം ദൈവവും ഞാനും തമ്മിലൊരു ബന്ധമുണ്ട്. അതാണിത്, ഈ നെടുകയുള്ള ഈ സംഭവം. ഇത് എനിക്ക് അക്ഷരാർത്ഥത്തിൽ ഞാനത് കഴിഞ്ഞ 10-15 വർഷമായിട്ട് എനിക്ക് അദ്ദേഹമായിട്ടൊരു ബന്ധമുണ്ട്. എനിക്ക് എൻ്റെ സ്വന്തം ബയോളജിക്കൽ അപ്പനോടുള്ള ബന്ധം പോലെ, എൻ്റെ ബയോളജിക്കൽ അമ്മയോടുള്ള ബന്ധം പോലെ, എൻ്റെ വൈഫിനോടുള്ള ബന്ധം പോലെ, എൻ്റെ കുഞ്ഞിനോടുള്ള ബന്ധം പോലെ, എനിക്ക് സൊസൈറ്റിയിലുള്ള ആൾക്കാരിലുള്ള ബന്ധം പോലെ എനിക്ക് അതേ ബന്ധം, അതേ ഇൻറ്റിമസി എവറി ഡേ, എവറി മിനിറ്റ്, എവറി സെക്കൻഡ് എനിക്ക് ആ പിതാവാം ദൈവത്തോടൊപ്പം ഉണ്ട്. സോ അതാണിത്. ഇനി വശങ്ങളിലുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേ ബന്ധം എനിക്ക് പിതാവായിട്ടുള്ളത് കൊണ്ട് എനിക്ക് അഞ്ചനോട് അതേ ബന്ധമുണ്ട്, എൻ്റെ സഹജീവികളോട് എനിക്ക് അതേ ബന്ധമുണ്ട്. മനുഷ്യരോട് മാത്രമല്ല, പറവകളോടും മൃഗങ്ങളോടും പക്ഷിലതാദികളോടും എല്ലാം ബന്ധമുണ്ട്. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യ. അതുകൊണ്ടാണ് മനോജ് ഇത് വെയർ ചെയ്യണത്. പക്ഷേ ഇത് ഇപ്പൊ കളിയാക്കാനുള്ളൊരു ഇത് ഉപകരണമായിട്ടാണ് ഇപ്പോ ഈ കുറെ ആൾക്കാർ പറയണത്. അതെ, ഇങ്ങൊരു ക്രിസ്ത്യ മതത്തിനെ കുറ്റം പറയണു, ഈ വിമർശനങ്ങളൊക്കെ പറയണു, കുരിശിട്ടിട്ടുണ്ട്, കൊന്തയിട്ടിട്ടുണ്ട്. ഞാൻ ഇട്ടിരിക്കുന്ന ഒന്നും കൊന്തയല്ല, ഇതെല്ലാം കസ്റ്റമൈസ്ഡ് മാലയാണ്. അപ്പൊ ഇതേപോലെ തന്നെ ഇവര് ഇപ്പൊ നമ്മൾ ഇപ്പൊ മനോജി എക്സ്പ്ലെയിൻ ചെയ്തല്ലോ, കുരിശു മരണവും പീഡാസഹനവും കുരിശു മരണവും ഉയർപ്പും ഒക്കെ എന്താന്നുള്ളത് കൃത്യമായിട്ട് ഇപ്പൊ പറഞ്ഞു. ഇതിന്റെ അന്തരാർത്ഥം, ഇതിന്റെ യാഥാർത്ഥ്യം എന്താന്നുള്ളത്. പക്ഷേ ഈ നൂറ്റാണ്ടുകള് തുടർന്ന് വന്നുള്ള ഈ ട്രഡീഷണൽ ആയിട്ട് വന്നുള്ള ഈ ക്രിസ്തീയമായിട്ടുള്ള വിശ്വാസങ്ങളുണ്ടല്ലോ, അത് ഇതിപ്പോ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ അക്സെപ്റ്റ് ചെയ്യാൻ നിർബന്ധമൊന്നുമില്ല. കാരണം സത്യത്തെ മനസ്സിലാക്കാനും അംഗീകരിക്കാനും ദൈവം ശരിക്കുമുള്ള ബുദ്ധി തുറന്നു കൊടുത്ത ആൾക്കാർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ബാക്കിയുള്ളവർ അന്ധകാരത്തിൽ തന്നെയാണ് കിടക്കുന്നത്. അന്ന് ജീസസിനെ ക്രിസ്തു എന്ന് പറഞ്ഞ് വിശ്വസിച്ച് വന്നവർ ചുരുക്കം പേരായിരുന്നു. ഏകദേശം എത്രയോ കോടി ജനങ്ങൾ അന്ന് യഹൂദ മതത്തിനകത്തുണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് ജീസസിന്റെ ഡിസൈപ്പിളായിട്ട് വന്നത് 12 പേരാണ്. അത് കഴിഞ്ഞ് മാളിക മുറിയിൽ ആ അനുഭവത്തിലേക്ക് വന്നത് വെറും 120 പേരാണ്. അപ്പോൾ സാക്ഷാൽ ജീസസ് എന്ന് പറയുന്ന വ്യക്തി ശ്രമിച്ചിട്ട് പോലും 120 എന്ന് പറയുന്ന നമ്പറേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഏത് ഡൂക്കിൽ പാസ്റ്റർ വിചാരിച്ചാലും ആ പാസ്റ്ററിന്റെ ചർച്ചിനകത്തൊരു 120 വരെ കൊണ്ടുവരാൻ വലിയ കാര്യമൊന്നുമില്ല, അല്ലേ? അല്ല, ഇത് ഞാൻ പറഞ്ഞത് ഇത് ഇവരുടെ ഈ ഭയങ്കര ഡീപ്പ് റൂട്ടഡ് ആണ്. അതെ, ക്രിസ്തുവിന്റെ യഥാർത്ഥത്തില് ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു, ഉയർത്തു, ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതൊക്കെ ഏതൊരു ക്രിസ്ത്യാനിയുടെയും അത് ഉള്ളിന്ന് പോകണം എന്ന് വെച്ചാൽ എളുപ്പമല്ല. അത്രയും റൂട്ടഡ് ആണ് ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കണ്ടക്ട്. അത്രയും റൂട്ടഡ് ആണ്. അത് ഇങ്ങനെ കുഞ്ഞിലേ ഫീഡ് ചെയ്ത് അകത്തങ്ങ് ഉറച്ചുപോയി. അപ്പോൾ അതിനകത്തേക്ക് പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടമാണ്. പക്ഷേ ബൈബിൾ ശരിയായ രീതിയിൽ വായിക്കുന്ന ഒരാളിനെ അതിൻ്റെ കാര്യം നന്നായിട്ട് പിടികിട്ടും. ഓക്കെ.